കോമൽ മൺപാനകളൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ മൺപാനകൾ ചെയ്ത് അതിൽ വരുന്ന വരുമാനം കൊണ്ട് ജീവിക്കും. അവൾക്ക് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. അവൾ ആരെങ്കിലും ഫോണിൽ വീഡിയോ ചെയ്യുന്നത് കണ്ടാൽ അവൾക്കും വീഡിയോ ചെയ്യണമെന്ന ആഗ്രഹം വരും. ഈ വീഡിയോ ചെയ്യുന്നത് എന്ത് രസമാണല്ലേ. എല്ലാവരും അവരവരുടെ ഫോണിൽ വീഡിയോ ചെയ്യുന്നു, എന്നിട്ട് വളരെ ഫേമസ് ആകുന്നു. ഒരുപക്ഷെ എൻ്റെ കയ്യിലും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഞാനും വീഡിയോ ചെയ്യുമായിരുന്നല്ലേ. അപ്പോഴാണ് അവളുടെ അടുത്ത വീട്ടിലെ പെൺകുട്ടി അവളുടെ ഫോണിൽ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. റീന, നിന്റെ ഫോണൊന്ന് കാണിച്ചേ, എനിക്കും വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ദിവസമായ ആഗ്രഹം. നിനക്ക് സ്മാർട്ട് ഫോൺ എന്താണെന്ന് അറിയാമോ? വീഡിയോ ചെയ്യാൻ ഓടി വന്നിരിക്കുന്നു. പോയി ആദ്യം പാന ചെയ്യാൻ നോക്ക്. വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതാ. റീനെ, ഒരേ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്യാൻ തന്നേ. ഒരേ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തു നോക്കട്ടെ. ഇല്ല ഇല്ല, ഞാൻ നിനക്ക് ഫോൺ തരില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പോ. അവൾ വിഷമത്തോടെ അവിടെ നിന്നും പോയി. അവൾ വളരെ സങ്കടത്തോടെ ഇവിടെയും അവിടെയും നടന്നുകൊണ്ടേയിരുന്നു. അവൾ നടന്ന് ഒരാറ്റിൻ്റെ കരയിലെത്തി. അവിടെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടി ആറ്റിൽ മുഴുകുകയായിരുന്നു. അയ്യോ, ഈ ചെറുക്കൻ ആറ്റിൽ മുങ്ങുകയാണല്ലോ, എന്തു ചെയ്യാനാ? ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കോമൽ ഒട്ടും ചിന്തിക്കാതെ ആറ്റിലേക്ക് ചാടി. എന്നിട്ട് ആ കുട്ടിയെ രക്ഷിച്ചു. അപ്പോഴാണ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടെ എത്തിയത്. എൻ്റെ കുട്ടിക്ക് എന്തു പറ്റി? അവനൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, അവനൊന്നും സംഭവിച്ചില്ല. അവൻ വെള്ളത്തിൽ മൂழ்കി പോകുമായിരുന്നു. ഞാൻ അവനെ രക്ഷിച്ചു. ദൈവമേ, നിനക്ക് ഒരുപാട് നന്ദിയുണ്ട്. നീ എൻ്റെ കുട്ടിയെ രക്ഷിച്ചു. കോമൽ, ഇന്ന് നീ മാത്രമില്ലെങ്കിൽ എൻ്റെ കുട്ടി ഈ നേരം ഇല്ലാതെ പോയേനെ. നീ കാരണമാണ് എൻ്റെ കുട്ടി ഇന്നും ജീവിച്ചിരിക്കുന്നത്. നീ എൻ്റെ കുട്ടിയുടെ ജീവനെ രക്ഷിച്ചു. നീ ചെയ്ത ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദിയെല്ലാം എന്തിനാണ്? ഇതെന്റെ കടമയാണ്. കോമൽ, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ. എൻ്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചതിന് ഞാൻ നിനക്ക് എന്തെങ്കിലും നൽകണം. എനിക്കൊന്നും വേണ്ട. നീ എനിക്ക് എന്താണ് നൽകിയതെന്ന് നിനക്കറിയില്ല. അതിനു പകരം നിനക്ക് എന്തെങ്കിലും നൽകാൻ പറ്റിയാൽ എനിക്ക് സന്തോഷമായിരിക്കും. എന്തെങ്കിലും ചോദിക്കുമോളെ. നിങ്ങൾ എനിക്ക് എന്തെങ്കിലും നൽകണമെന്ന് വിചാരിച്ചാൽ എനിക്ക് പഴയ സ്മാർട്ട് ഫോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ? എനിക്ക് വീഡിയോ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. എന്ത്? നിനക്ക് ഇത് മാത്രം മതിയോ? ഞാൻ നിനക്കൊരു പുതിയ സ്മാർട്ട് ഫോൺ തന്നെ വാങ്ങിത്തരാം. അതിൽ നിന്റെ ഇഷ്ടം പോലെ നീ വീഡിയോ ചെയ്തോ. വേണ്ട വേണ്ട, എനിക്ക് പുതിയ സ്മാർട്ട് ഫോണൊന്നും വേണ്ട. എനിക്കൊരു പഴയ സ്മാർട്ട് ഫോൺ കിട്ടിയാൽ മതി. എനിക്ക് അത് മാത്രം മതി. ശരി കോമൽ, ഞാൻ നിനക്കൊരു പഴയ ഫോൺ നൽകാം. എൻ്റെ വീട്ടിലൊരു എക്സ്ട്രാ ഫോണുണ്ട്. നിന്നെ വിചാരിച്ച് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. നീ വിചാരിച്ചിരുന്നെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാമായിരുന്നു. പക്ഷേ നീ വലുതായിട്ടൊന്നും ചോദിക്കാതെ ഒരു സ്മാർട്ട് ഫോൺ മാത്രം ചോദിച്ചു, അതും പഴയത്. നീ വിചാരിച്ചിരുന്നെങ്കിൽ വില ഉയർന്ന ഫോൺ തന്നെ ചോദിക്കാമായിരുന്നു. ആ കുട്ടിയുടെ അമ്മ കോമലിന് ഒരു പഴയ സ്മാർട്ട് ഫോൺ നൽകി. കോമൽ ഒരുപാട് സന്തോഷിതയായി. എന്നിട്ട് ആ ഫോൺ വെച്ച് ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്തു. കോമൽ തൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതും അവൾക്ക് ഒരുപാട് ലൈക്സ് കിട്ടി. എന്നിട്ട് അവളുടെ വീഡിയോസിനെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്കറിയാം, ഒരു ദിവസം ഞാനും വലിയൊരു സ്റ്റാർ ആകുമെന്ന്. അവൾ റീൽസിന്റെ സ്റ്റാറായി മാറി. പിന്നെ കുറച്ച് ദിവസത്തിനകം എല്ലാവരും അവളുടെ വീഡിയോസ് കാണാൻ തുടങ്ങി. കോമൽ ആ വീഡിയോസ് മൂലം ഒരുപാട് കാശുണ്ടാക്കി. ഇപ്പോൾ ആ കാശ് കൊണ്ട് അവൾ കുടുംബം നടത്താൻ തുടങ്ങി. അവൾ തന്റെ കുടുംബം മാത്രം നോക്കിയില്ല, ഒരുപാട് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാനും തുടങ്ങി. അവൾ ഒരുപാട് അനാഥ ആശ്രമം, ഓർഫണേജ് മുതലിയവ തുടങ്ങി. ഈ വിഷയം അവളുടെ തൊട്ടടുത്ത വീട്ടിലുള്ള റീനയുടെ കാതിലെത്തി. ഇവൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് വലിയൊരു സ്റ്റാർ ആയത്? ഇപ്പൊ എല്ലാവർക്കും കോമലിന്റെ വീഡിയോ കാണാനാണ് ഇഷ്ടം. ഇവളെങ്കിൽ അത്ര രസിച്ചു നോക്കുന്നു. റീന കോമലിനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ കോമലിന് താനൊരു സ്റ്റാർ ആണെന്ന് തോന്നി. അവൾ റീനയോട് സംസാരിച്ചില്ല. അതുപോലെ ഒരു ദിവസം കോമൽ തന്റെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു. അതിലൊരു പാവപ്പെട്ട കുട്ടി വന്നുപോയി. അവൻ കോമലിന്റെ ഫാൻ ആയിരുന്നു. പക്ഷേ കോമൽ അവൻ വീഡിയോ ഡിസ്റ്റർബ് ചെയ്തതുകൊണ്ട് ഒരുപാട് ശാസിച്ചു. അതേ വീഡിയോ പോസ്റ്റ് ചെയ്ത് ക്യാപ്ഷനും എഴുതി. പാവപ്പെട്ട കുട്ടികൾ വീഡിയോ പോലും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഈ വീഡിയോ കോമലിന്റെ ആരാധകരെ വല്ലാതെ വിഷമിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കോമൾ ആള് വിചാരിച്ച പോലെ അല്ല കേട്ടോ, ഭയങ്കരിയാ. കണ്ട് എല്ലാവർക്കും ഇവളുടെ വീഡിയോ ഇഷ്ടമാവാൻ തുടങ്ങി. ഒരുപാട് ലൈക്കിങ് കിട്ടുന്നുണ്ട്. എന്തായാലും ഇവള് മിടുക്കി തന്നെയാ. ഇതിലെന്തോ ഒരു കളിയുണ്ട്. ഇപ്പോ വ്യൂവേഴ്സ് അവളുടെ വീഡിയോയ്ക്ക് കമന്റും ചെയ്തില്ല, ലൈക്കും ഇട്ടില്ല. അത് തെറ്റാണെന്ന് അവൾക്ക് എപ്പോഴാണ് തോന്നിയതെന്ന് വെച്ചാൽ, അവൾ ഒരു വീഡിയോ ഇട്ടു, അതിനൊരു ലൈക്കും ഒരു കമന്റ് പോലും വന്നില്ല. അയ്യോ, ഇതെന്തു പറ്റി? ഞാനിട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്കും വന്നില്ല, കമന്റും വന്നില്ല. ഇത്രയും ദിവസം എന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു.
ഇപ്പൊ എന്താ എന്നെ ആർക്കും ഇഷ്ടമില്ലാത്തത്? അതിന് കാരണം എന്താ? അപ്പോഴാണ് അവിടേക്ക് ഒരു പ്രൊഡ്യൂസർ വന്നത്. അദ്ദേഹം പറഞ്ഞു, കോമൾ, നീ ഇതല്ലേ ആലോചിക്കുന്നേ, നിന്റെ ഫാൻസ് എങ്ങനെയാ കുറഞ്ഞതെന്ന്? ഇതത്ര നല്ലതാണെന്ന് എനിക്കും തോന്നുന്നില്ല, ശരിയല്ലേ? ആ അതെ, ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചത്. കോമൾ, നിന്റെ പരിപാടി എത്ര നന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നീ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയില്ല. നിനക്ക് പ്രയോജനമുണ്ടാവണമെങ്കിൽ നീ നല്ല രീതിയിലുള്ള വീഡിയോകൾ ഉണ്ടാക്കണം. ആളുകൾ അത് കണ്ട് ഇഷ്ടപ്പെടണം. എന്നാലേ നിന്റെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും കിട്ടുകയുള്ളൂ. ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നിന്നെക്കാളും നന്നായിട്ട് ആരും വീഡിയോ ചെയ്യുകയില്ലെന്ന്. ആ ഒരു ആത്മവിശ്വാസം മാത്രം മതി നിനക്ക് മുന്നോട്ട് പോകുവാനായി. കോമലിന് ഒരുപാട് വിഷമമായി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൾ തെറ്റ് ചെയ്തെന്ന്. കുറച്ച് ദിവസത്തിന് ശേഷം കോമൽ ഒരു പുതിയ വീഡിയോ വൈറൽ ചെയ്തു. അതിലവൾ എന്താണ് എഴുതിയതെന്ന് വെച്ചാൽ, വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളോട് മനഃപൂർവ്വമായി മാപ്പ് ചോദിക്കുന്നു. വീഡിയോ ചെയ്ത് ഫേമസ് ആയപ്പോൾ എനിക്ക് അഹംഭാവം തോന്നി. അതിന് ഞാൻ നിങ്ങൾ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. എൻ്റെ അഹംഭാവം കാരണം നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നി. ഇനി നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത് പോലെ യാതൊരു വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യില്ല. നിങ്ങളെല്ലാവരും എന്നോട് എപ്പോഴും സ്നേഹമായിരിക്കണം. നിങ്ങളുടെ പണവും കാശും ഒന്നും എനിക്ക് വേണ്ട. നിങ്ങളുടെ സ്നേഹം എനിക്ക് എപ്പോഴും വേണം. നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഇപ്പോൾ കോമൽ തൻ്റെ വീഡിയോ വളരെ സ്നേഹത്തോടു കൂടി ഇടാൻ തുടങ്ങി. മാത്രമല്ല, തൻ്റെ മൺപാന ചെയ്യുന്ന ജോലിയും ചെയ്തുകൊണ്ട് സാധുവായി ജീവിക്കാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ തൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. ആ വീഡിയോ കൊണ്ട് കിട്ടുന്ന കാശിനെ നല്ല കാര്യങ്ങൾക്ക് ചെലവഴിച്ചു. കോമൽ മൺപാനകളൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ മൺപാനകൾ ചെയ്ത് അതിൽ വരുന്ന വരുമാനം കൊണ്ട് ജീവിക്കും. അവൾക്ക് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. അവൾ ആരെങ്കിലും ഫോണിൽ വീഡിയോ ചെയ്യുന്നത് കണ്ടാൽ അവൾക്കും വീഡിയോ ചെയ്യണമെന്ന ആഗ്രഹം വരും. ഈ വീഡിയോ ചെയ്യുന്നത് എന്ത് രസമാണല്ലേ! എല്ലാവരും അവരവരുടെ ഫോണിൽ വീഡിയോ ചെയ്യുന്നു, എന്നിട്ട് വളരെ ഫേമസ് ആകുന്നു. ഒരുപക്ഷെ എൻ്റെ കയ്യിലും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഞാനും വീഡിയോ ചെയ്യുമായിരുന്നല്ലേ? അപ്പോഴാണ് അവളുടെ അടുത്ത വീട്ടിലെ പെൺകുട്ടി അവളുടെ ഫോണിൽ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. റീന, നിന്റെ ഫോണൊന്ന് കാണിച്ചേ. എനിക്കും വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ദിവസമായ ആഗ്രഹം. നിനക്ക് സ്മാർട്ട് ഫോൺ എന്താണെന്ന് അറിയാമോ? വീഡിയോ ചെയ്യാൻ ഓടി വന്നിരിക്കുന്നു. പോയി ആദ്യം പാന ചെയ്യാൻ നോക്ക്. വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതാ. റീനെ, ഒരേ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്യാൻ തന്നേ. ഒരേ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തു നോക്കട്ടെ. ഇല്ല ഇല്ല, ഞാൻ നിനക്ക് ഫോൺ തരില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പോ. അവൾ വിഷമത്തോടെ അവിടെ നിന്നും പോയി. അവൾ വളരെ സങ്കടത്തോടെ ഇവിടെയും അവിടെയും നടന്നുകൊണ്ടേയിരുന്നു. അവൾ നടന്ന് ഒരാറ്റിൻ്റെ കരയിലെത്തി. അവിടെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടി ആറ്റിൽ മുഴുകുകയായിരുന്നു. അയ്യോ, ഈ ചെറുക്കൻ ആറ്റിൽ മുങ്ങുകയാണല്ലോ, എന്തു ചെയ്യാനാ? ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കോമൽ ഒട്ടും ചിന്തിക്കാതെ ആറ്റിലേക്ക് ചാടി. എന്നിട്ട് ആ കുട്ടിയെ രക്ഷിച്ചു. അപ്പോഴാണ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടെ എത്തിയത്. എൻ്റെ കുട്ടിക്ക് എന്തു പറ്റി? അവനൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, അവനൊന്നും സംഭവിച്ചില്ല. അവൻ വെള്ളത്തിൽ മൂழ்കി പോകുമായിരുന്നു. ഞാൻ അവനെ രക്ഷിച്ചു. ദൈവമേ, നിനക്ക് ഒരുപാട് നന്ദിയുണ്ട്. നീ എൻ്റെ കുട്ടിയെ രക്ഷിച്ചു. കോമൽ, ഇന്ന് നീ മാത്രമില്ലെങ്കിൽ എൻ്റെ കുട്ടി ഈ നേരം ഇല്ലാതെ പോയേനെ. നീ കാരണമാണ് എൻ്റെ കുട്ടി ഇന്നും ജീവിച്ചിരിക്കുന്നത്. നീ എൻ്റെ കുട്ടിയുടെ ജീവനെ രക്ഷിച്ചു. നീ ചെയ്ത ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദിയെല്ലാം എന്തിനാണ്? ഇതെന്റെ കടമയാണ്. കോമൽ, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചതിന് ഞാൻ നിനക്ക് എന്തെങ്കിലും നൽകണം. എനിക്കൊന്നും വേണ്ട. നീ എനിക്ക് എന്താണ് നൽകിയതെന്ന് നിനക്കറിയില്ല. അതിനു പകരം നിനക്ക് എന്തെങ്കിലും നൽകാൻ പറ്റിയാൽ എനിക്ക് സന്തോഷമായിരിക്കും. എന്തെങ്കിലും ചോദിക്കുമോളെ. നിങ്ങൾ എനിക്ക് എന്തെങ്കിലും നൽകണമെന്ന് വിചാരിച്ചാൽ എനിക്ക് പഴയ സ്മാർട്ട് ഫോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ? എനിക്ക് വീഡിയോ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. എന്ത്? നിനക്ക് ഇത് മാത്രം മതിയോ? ഞാൻ നിനക്കൊരു പുതിയ സ്മാർട്ട് ഫോൺ തന്നെ വാങ്ങിത്തരാം. അതിൽ നിന്റെ ഇഷ്ടം പോലെ നീ വീഡിയോ ചെയ്തോ. വേണ്ട വേണ്ട, എനിക്ക് പുതിയ സ്മാർട്ട് ഫോണൊന്നും വേണ്ട. എനിക്കൊരു പഴയ സ്മാർട്ട് ഫോൺ കിട്ടിയാൽ മതി. എനിക്ക് അത് മാത്രം മതി. ശരി കോമൽ, ഞാൻ നിനക്കൊരു പഴയ ഫോൺ നൽകാം. എൻ്റെ വീട്ടിലൊരു എക്സ്ട്രാ ഫോണുണ്ട്. നിന്നെ വിചാരിച്ച് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. നീ വിചാരിച്ചിരുന്നെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാമായിരുന്നു. പക്ഷേ നീ വലുതായിട്ടൊന്നും ചോദിക്കാതെ ഒരു സ്മാർട്ട് ഫോൺ മാത്രം ചോദിച്ചു, അതും പഴയത്. നീ വിചാരിച്ചിരുന്നെങ്കിൽ വില ഉയർന്ന ഫോൺ തന്നെ ചോദിക്കാമായിരുന്നു. ആ കുട്ടിയുടെ അമ്മ കോമലിന് ഒരു പഴയ സ്മാർട്ട് ഫോൺ നൽകി. കോമൽ ഒരുപാട് സന്തോഷിതയായി. എന്നിട്ട് ആ ഫോൺ വെച്ച് ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്തു. കോമൽ തൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതും അവൾക്ക് ഒരുപാട് ലൈക്സ് കിട്ടി. എന്നിട്ട് അവളുടെ വീഡിയോസിനെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്കറിയാം, ഒരു ദിവസം ഞാനും വലിയൊരു സ്റ്റാർ ആകുമെന്ന്. അവൾ റീൽസിൻ്റെ സ്റ്റാറായി മാറി.
പിന്നെ കുറച്ച് ദിവസത്തിനകം എല്ലാവരും അവളുടെ വീഡിയോസ് കാണാൻ തുടങ്ങി. കോമൽ ആ വീഡിയോസ് മൂലം ഒരുപാട് കാശുണ്ടാക്കി. ഇപ്പോൾ ആ കാശ് കൊണ്ട് അവൾ കുടുംബം നടത്താൻ തുടങ്ങി. അവൾ തന്റെ കുടുംബം മാത്രം നോക്കിയില്ല, ഒരുപാട് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാനും തുടങ്ങി. അവൾ ഒരുപാട് അനാഥ ആശ്രമം, ഓർഫണേജ് മുതലിയവ തുടങ്ങി. ഈ വിഷയം അവളുടെ തൊട്ടടുത്ത വീട്ടിലുള്ള റീനയുടെ കാതിലെത്തി. ഇവൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് വലിയൊരു സ്റ്റാർ ആയത്? ഇപ്പൊ എല്ലാവർക്കും കോമലിന്റെ വീഡിയോ കാണാനാണ് ഇഷ്ടം. ഇവളെങ്കിൽ അത്ര രസിച്ചു നോക്കുന്നു. റീന കോമലിനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ കോമലിന് താനൊരു സ്റ്റാർ ആണെന്ന് തോന്നി. അവൾ റീനയോട് സംസാരിച്ചില്ല. അതുപോലെ ഒരു ദിവസം കോമൽ തന്റെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു. അതിലൊരു പാവപ്പെട്ട കുട്ടി വന്നുപോയി. അവൻ കോമലിന്റെ ഫാൻ ആയിരുന്നു. പക്ഷേ കോമൽ അവൻ വീഡിയോ ഡിസ്റ്റർബ് ചെയ്തതുകൊണ്ട് ഒരുപാട് ശാസിച്ചു. അതേ വീഡിയോ പോസ്റ്റ് ചെയ്ത് ക്യാപ്ഷനും എഴുതി. പാവപ്പെട്ട കുട്ടികൾ വീഡിയോ പോലും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഈ വീഡിയോ കോമലിന്റെ ആരാധകരെ വല്ലാതെ വിഷമിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കോമൾ ആള് വിചാരിച്ച പോലെ അല്ല കേട്ടോ, ഭയങ്കരിയാ. കണ്ട് എല്ലാവർക്കും ഇവളുടെ വീഡിയോ ഇഷ്ടമാവാൻ തുടങ്ങി. ഒരുപാട് ലൈക്കിങ് കിട്ടുന്നുണ്ട്. എന്തായാലും ഇവള് മിടുക്കി തന്നെയാ. ഇതിലെന്തോ ഒരു കളിയുണ്ട്. ഇപ്പോ വ്യൂവേഴ്സ് അവളുടെ വീഡിയോയ്ക്ക് കമന്റും ചെയ്തില്ല, ലൈക്കും ഇട്ടില്ല. അത് തെറ്റാണെന്ന് അവൾക്ക് എപ്പോഴാണ് തോന്നിയതെന്ന് വെച്ചാൽ, അവൾ ഒരു വീഡിയോ ഇട്ടു, അതിനൊരു ലൈക്കും ഒരു കമന്റ് പോലും വന്നില്ല. അയ്യോ, ഇതെന്തു പറ്റി? ഞാനിട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്കും വന്നില്ല, കമന്റും വന്നില്ല. ഇത്രയും ദിവസം എന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ എന്നെ ആർക്കും ഇഷ്ടമില്ലാത്തത്? അതിന് കാരണം എന്താ? അപ്പോഴാണ് അവിടേക്ക് ഒരു പ്രൊഡ്യൂസർ വന്നത്. അദ്ദേഹം പറഞ്ഞു, കോമൾ, നീ ഇതല്ലേ ആലോചിക്കുന്നേ, നിന്റെ ഫാൻസ് എങ്ങനെയാ കുറഞ്ഞതെന്ന്? ഇതെത്ര നല്ലതാണെന്ന് എനിക്കും തോന്നുന്നില്ല, ശരിയല്ലേ? ആ അതെ, ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചത്. കോമൾ, നിന്റെ പരിപാടി എത്ര നന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നീ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയില്ല. നിനക്ക് പ്രയോജനമുണ്ടാവണമെങ്കിൽ നീ നല്ല രീതിയിലുള്ള വീഡിയോകൾ ഉണ്ടാക്കണം. ആളുകൾ അത് കണ്ട് ഇഷ്ടപ്പെടണം. എന്നാലേ നിന്റെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും കിട്ടുകയുള്ളൂ. ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നിന്നെക്കാളും നന്നായിട്ട് ആരും വീഡിയോ ചെയ്യുകയില്ലെന്ന്. ആ ഒരു ആത്മവിശ്വാസം മാത്രം മതി നിനക്ക് മുന്നോട്ട് പോകുവാനായി. കോമലിന് ഒരുപാട് വിഷമമായി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൾ തെറ്റ് ചെയ്തെന്ന്. കുറച്ചു ദിവസത്തിന് ശേഷം കോമൽ ഒരു പുതിയ വീഡിയോ വൈറൽ ചെയ്തു. അതിലവൾ എന്താണ് എഴുതിയതെന്ന് വെച്ചാൽ, വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളോട് മനഃപൂർവ്വമായി മാപ്പ് ചോദിക്കുന്നു. വീഡിയോ ചെയ്ത് ഫേമസ് ആയപ്പോൾ എനിക്ക് അഹംഭാവം തോന്നി. അതിന് ഞാൻ നിങ്ങൾ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. എൻ്റെ അഹംഭാവം കാരണം നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നി. ഇനി നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത് പോലെ യാതൊരു വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യില്ല. നിങ്ങളെല്ലാവരും എന്നോട് എപ്പോഴും സ്നേഹമായിരിക്കണം. നിങ്ങളുടെ പണവും കാശും ഒന്നും എനിക്ക് വേണ്ട. നിങ്ങളുടെ സ്നേഹം എനിക്ക് എപ്പോഴും വേണം. നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഇപ്പോൾ കോമൽ തൻ്റെ വീഡിയോ വളരെ സ്നേഹത്തോടു കൂടി ഇടാൻ തുടങ്ങി. മാത്രമല്ല, തൻ്റെ മൺപാന ചെയ്യുന്ന ജോലിയും ചെയ്തുകൊണ്ട് സാധുവായി ജീവിക്കാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ തൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. ആ വീഡിയോ കൊണ്ട് കിട്ടുന്ന കാശിനെ നല്ല കാര്യങ്ങൾക്ക് ചെലവഴിച്ചു.